റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആര്യനെ തൂക്കും. ആര്യനെ ഗിസേലിനെയും. കാരണം അവിടെ ഒരു എന്താ പറയാ ചക്കപ്പശ വേണ്ട. ഈ ചക്കപ്പശ എന്നോട് കവി ഉദ്ദേശിക്കുന്നത് ഇപ്പം ആര്യൻ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ യുനോ ഗിസേലിന്റെ വക്താവാണ് ആര്യൻ. ആര്യൻ എന്ത് കാണിച്ചാലും ഗിസേല് സപ്പോർട്ട് ചെയ്യാണ്. അതല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 2 എണ്ണത്തിന്റെ ബെഡ് ഞാൻ മാറ്റും. രണ്ടുപേരും ആദ്യം ബെനീറ്റ് വന്ന് പറഞ്ഞ ആര്യൻ അങ്ങോട്ട് പോവാ, ഗിസേൽ അങ്ങോട്ട് പോവാ. ആ 2 പേരുടെയും ബെഡ് ഞാൻ അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും. കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ പൂട്ടി താക്കോല് ഞാൻ വെക്കും. കാരണം നെവിൻ കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ റന ഫാത്തിമ സൗണ്ട് ആ ചെവിയിലാണോ എവിടെയാണോ വോയിസിന്റെ ബട്ടൺ ഇരിക്കുന്നത് അത് ഞാൻ എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ആംഗ്യ ഭാഷയിൽ സംസാരിച്ചാൽ മതി. എനിക്ക് വോയിസ് വേണ്ട. യുനോ ആള് നോയിസ് ആണ്, വോയിസ് അല്ല ഒരിക്കലും. അപ്പൊ ആ സൗണ്ട് അങ്ങ് കുറയ്ക്കും. പിന്നെ അവിടെ എനിക്ക് ടാസ്ക് കൊടുക്കാൻ പറ്റുന്നത് ബിന്നി. കൂത്തിത്തിരിപ്പ് വേണ്ട. ഇനി എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പോകുന്ന ഇപ്പൊ ഞാൻ കേറി നോക്കി, ഞാൻ പോയിട്ട് ഞാൻ ഇറങ്ങുന്ന ഒരു മൊമെന്റ് വരെ എന്ത് വിഷയം ഉണ്ടെങ്കിലും പിന്നെ നേരെ ഫ്രണ്ടിൽ വന്നിന്ന് പറയണം. ഈ പിരിപിരിപ്പ് ഉണ്ടാക്കിയിട്ട് വേണ്ട. അതായത് ഞാൻ ആദ്യം പിന്നീട് ബെഡിൽ ചെന്നിട്ട് ഞാൻ പറയാം, എന്താ പിന്നെ ബെഡിന്റെ താഴെ മുഴുവൻ കുഴിച്ച് വെച്ചിരിക്കുന്ന അവിടെ മുഴുവൻ കുഴിയാണല്ലോ എന്നുള്ളൊരു സാധനം ഞാൻ ചോദിക്കും. തൊരപ്പെന്നുള്ള സാധനം ഞാൻ ചോദിക്കും. പിന്നെ ചോദിക്കാൻ പോകുന്നത് വേറെ ഷാനവാസിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ച്, ഷാനവാസും അക്ബറിനോടാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനൊന്നുമില്ല. കാരണം ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഈവൻ എനിക്ക് ചോദിക്കാൻ പറ്റിരുന്ന രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടില്ല. മെയിൻ എന്റെ ടാർഗറ്റ് ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പീസ് ഇല്ല എന്ന് പറഞ്ഞാലും എവിടെയൊക്കെ പറഞ്ഞാലും ഇവര് 2 പേരെയും സ്പ്ലിറ്റ് ആക്കണം, ആര്യനും ഗിസേലും.